മുഖ്യമന്ത്രി സ്വന്തം കസേര ഉറപ്പിക്കാനാണ് കുറ്റാരോപിതനായ ADGPയെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം തികച്ചും പ്രഹസനമാണ്. ADGPയെ മുഖ്യമന്ത്രി വല്ലാതെ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ MLA ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസ് മേധാവിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ADGPയെ പുറത്തു നിർത്താനല്ല, അകത്ത് നിർത്താനും അടുത്തു നിർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നത്. സത്യത്തിൽ ഈ അൻവർ MLAയുടെ ഗുരുതരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത്. അത് കേവലം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, തികഞ്ഞ സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഈ ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിലെ പോലീസിനെതിരായിട്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഭരണപക്ഷ MLAയാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ രാജ്യദ്രോഹമുണ്ട്, കൊലപാതകമുണ്ട്, മോഷണമുണ്ട്, അതേപോലെ അനധികൃത സ്വത്ത് സമ്പാദ്യമുണ്ട്. അതായത് ഭൂമുഖത്തുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഇവിടെ പോലീസ് മേധാവിക്കെതിരെ, ഈ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിക്കും മറ്റു പല ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ പ്രതിപക്ഷ MLA അല്ല, ഭരണപക്ഷ MLA പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ ആരോപണങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ തെളിവുകൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും മുഖ്യമന്ത്രിക്ക് കൈമാറാൻ വേണ്ടിയിട്ടും ഈ MLA ഇപ്പോൾ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മാത്രമല്ല, പത്തനംതിട്ട പോലീസ് സൂപ്രണ്ടിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും അതിനേക്കാൾ 10 മടങ്ങ് ഗുരുതരമായ ആരോപണം വിധേയനായിട്ടുള്ള ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇപ്പൊ അന്വേഷണം നടത്തുന്നത് ആരും DGPയുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അന്വേഷിക്കുന്നത് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അതിന് താഴെ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ IG റാങ്കിലും DIG റാങ്കിലുമുള്ള ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭേദം ഇതിനെക്കുറിച്ച് ADGP അജിത് കുമാറിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തോ ഭയം, ADGPയെ എന്തോ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി. അതായത് അൻവർ പൊട്ടിച്ച ബോംബിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ബോംബ് ADGPയുടെ കയ്യിലുണ്ടെന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ADGPക്കെതിരെ നടപടിയെടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രഹരശേഷിയുടെ ബോംബ് അതിന്റെ സ്ഫോടനമുണ്ടായാൽ ഈ മന്ത്രിസഭ തന്നെ തകരും എന്ന് മുഖ്യമന്ത്രി ഭയക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പ്രദർശനമാക്കുന്നതും ADGPയെ പുറത്തു നിർത്തുന്നതിന് പകരം അകത്ത് തന്നെ നിർത്താനും അടുത്ത് നിർത്താനും വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണം കേവലം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയെയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ മാത്രം ബാധിക്കുന്നതല്ല. ഇത് കേരളത്തിലെ മുഴുവൻ ക്രമസമാധാനത്തെയും ബാധിക്കുന്നതാണ്.
സാധാരണ നമ്മൾ കേരളത്തിൽ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ആ സിനിമകളിൽ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ ഭരണ നേതൃത്വവും അധോലോകക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമാണ് കണ്ടത്. പക്ഷേ അധികാരം ഇവിടെ സർക്കാരും അധോലോകവും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങളിലൂടെ കാണുകയാണ്. സത്യത്തിൽ ഇന്ന് കേരളത്തിലെ പോലീസ് ഒരു അധോലോക സംഘമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. അധോലോകം പുറത്തല്ല, പോലീസിനകത്താണ് എന്ന് അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഈ അൻവറിന്റെ MLA-യുടെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മുടെ എന്തൊക്കെ ആരോപണങ്ങൾ ഞാൻ അതിൽ ദീർഘമായി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ADGP-യെ മാറ്റിയാൽ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ADGP-യെ സംരക്ഷിക്കപ്പെടണം. അപ്പൊ ADGP-യെ സംരക്ഷിച്ചാൽ മാത്രമേ തന്റെ കസേര നിലനിർത്താൻ സാധിക്കൂ എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, BJP നേരത്തെ ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ താവളമാണ്. അതുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാനത്തിനും ഒരു വലിയ ചോദ്യചിഹ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അധോലോകം പുറത്തല്ല, പോലീസിനകത്താണ്. ഒരു സാധാരണ അധോലോക സംഘം പോലും ചെയ്യാൻ അറക്കുന്നതാണ് പോലീസ് മേധാവികൾ ചെയ്തത് എന്നാണ് അൻവർ പറയുന്നത്. ADGP-ക്കെതിരായി മാത്രമല്ല, നിരവധി ജില്ലാ പോലീസ് മേധാവികൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. എനിക്ക് കേൾക്കുന്നു, ഇത് കേരളത്തിൽ മുഴുവൻ തന്നെ ഒരു വലിയ റാക്കറ്റായിട്ട്, പോലീസിനകത്ത് വലിയ റാക്കറ്റ് തന്നെ, അധോലോക ബന്ധമുള്ള വലിയ റാക്കറ്റ് തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ഫാസിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമോ അല്ലെങ്കിൽ LDF-ന്റെ ആഭ്യന്തര പ്രശ്നമോ അല്ല. ഇത് കേരളത്തിൽ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം അനിവാര്യമാണ്, ആവശ്യമാണ്. അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഒന്നുകിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടത് എന്താ, അൻവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇപ്പം പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഉന്നയിക്കുകയാണെങ്കിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഭരണപക്ഷ MLA തന്നെ ഉന്നയിച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള തന്റെ സ്വതസിദ്ധമായിട്ടുള്ള മറുപടി നടത്തട്ടെ. പക്ഷെ ഈ അൻവർ MLA ഉന്നയിച്ചത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയണം, ADGP ചെയ്തതാണ് ശരി എന്ന് പറയണം. അല്ലെങ്കിൽ ചെയ്യണം, അൻവർ പറഞ്ഞത് ശരിയാണ്, ADGP ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ തന്റെ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറയണം. പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഈ അൻവറും അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള കുറെ നേതാക്കന്മാരുണ്ടല്ലോ, ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കൂടെ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചില കാരാട്ടുമായി ബന്ധപ്പെട്ട കുറെ നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ അൻവറിന്റെ പിന്നിലുള്ളതെന്ന് പറയുന്നു. ഇവർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരത്തെ നല്ല ബന്ധമുള്ളതാ. ADGP-ക്കും അറിയാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴ് ഒരു തലവന്റെ കീഴിലുള്ള രണ്ട് മാഫിയകൾ തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്താ, ഇത് ഗൗരവമായി കാണണമെന്ന്. പക്ഷെ ഇന്നലെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം
ഇത് ഗൗരവമാണോ അല്ലെങ്കിൽ ലാഘവത്തോടു കൂടിയാണ് കണ്ടത് എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞില്ല. ഈ ആരോപണം ഗൗരവമാണ്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഗൗരവമാവണ്ടേ? ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താതെ അദ്ദേഹത്തിന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തുന്നത് എന്ത് ഗൗരവതരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയണം. അപ്പൊ ഇവരൊക്കെ ഉൾപ്പെട്ടിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന നേതൃത്വവും ഇതിനൊക്കെ മൗനാനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ADGP-ക്കെതിരെ ഒരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രി കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ADGP ഇതെല്ലാം എന്തൊക്കെയാണോ ചെയ്തത് അതിനൊക്കെ ഈ മുഖ്യമന്ത്രി ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ സഹകരണവും സഹായവും അനുമതിയോ അനുവാദവും ഒക്കെ ഉണ്ടാവാം. ഇപ്പം ഒരാരോപണം ഉയർന്നു വന്നിട്ടുള്ളത് ഈ ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന, ജനപ്രതിനിധികളുടെ ഫോൺ ചോർത്തി, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, കള്ളക്കടത്തുകാരുടെയും അതുപോലെ തന്നെ അധോലോക സംഘക്കാരുടെയും ഒക്കെ ഫോൺ ADGP ചോർത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് ക്രമസമാധാനവും അത് മറ്റു പലതുമായി ബന്ധപ്പെട്ടിട്ടാന്ന് മനസ്സിലാക്കാം. ഈ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? പോലീസ് ഉദ്യോഗസ്ഥർ അതിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ജനപ്രതിനിധികളെ ഫോൺ ചോർത്തുന്നത് അതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ഇനി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ പലതും ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി, അതുകൊണ്ട് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഗോവിന്ദൻ മാഷുടെ താത്വികമായിട്ടുള്ള ഈ പ്രസംഗം കൊണ്ടൊന്നും ജനങ്ങളുടെ സംശയം മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാരുടെ സംശയം പോലും ദൂരീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ അനിവാര്യമായ ആസന്നമായ അധപ്പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിന്റെ അനിവാര്യവും ആസന്നവുമായ പതനം ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വിചിത്രമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ചില ആരോപണം വന്നിരിക്കുക. എന്താണെന്നറിയോ? തൃശ്ശൂരിലെ പൂരം മുടക്കി അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ സുരേഷ് ഗോപി വിജയിച്ചത് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിൽ നിന്നും വഴിതിരിച്ചു വിടാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു അന്തർധാര നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കാരണം ദേശീയ തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള IND സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയുടെ ഭരണം നിലനിർത്താൻ IND സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ LDF-ന്റെ ഈ ദുർഭരണത്തിന് ഉയർന്നു വരുന്ന ജനരോഷത്തെ തടയാനുള്ള ശ്രമമാണ് നമ്മുടെ UDF എന്ന പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് നിർവഹിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിനെതിരായിട്ട് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. അതിന് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നേതൃത്വം നൽകുമെന്ന് BJP അറിയിക്കുകയാണ്. BJPക്ക് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഏതോ ഒരാവശ്യത്തിന് വിളിച്ചു, അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അവരൊക്കെ തമ്മിലാണെന്ന് പറഞ്ഞു. ഈ പൂരത്തിൻ്റെ കാര്യം പറയുന്നത് BJPക്ക് വേണ്ടി ഗുണഭോക്താക്കൾക്ക് വേണ്ടി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പോലീസ് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അല്ല, അത് ആരെങ്കിലും ഒരു തലയിൽ ആൾതാമസമുള്ള ആരെങ്കിലും വിശ്വസിക്കും? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ, പിണറായി വിജയന്റെ ഭരണത്തിൽ BJPയെ സഹായിക്കുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നു? ഞാൻ ഉൾപ്പെടെയുള്ളവർ BJP നേതാക്കന്മാരും പ്രവർത്തകരും 100 കണക്കിന് കേസിൽ പ്രതിയാണ്. എന്തിനാണെന്നറിയോ? ശബരിമല കേസിന്റെ പേരിൽ.
ഞങ്ങളെ ജയിലിറക്കാനും ഞങ്ങളെ പീഡിപ്പിക്കാനും എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഭരണവും ഭരണത്തിൻ്റെ ഭാഗമായുള്ള പോലീസും ഞങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നത് വി.ഡി. സതീശൻ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ട് പറയും ഒന്നും പറഞ്ഞിരുന്നല്ലോ. തൃശ്ശൂർ സീറ്റ് ജയിപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ആ കൂടിക്കാഴ്ച അന്നേ ആരോപണം ഉണ്ടായിരുന്നല്ലോ. അല്ല, ഇപ്പോഴേ ഞങ്ങളിതിനെ കുറിച്ച് നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പരസ്പരം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും അതിന് ഐറ്റം കൽപ്പിക്കുക അത് ഞങ്ങളുടെ നയമല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, BJP നേതാവിനെ കണ്ടു എന്നുള്ളതിൻ്റെ പേരിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. ഓക്കെ, ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള പ്രതിയെ സംരക്ഷിച്ചു. BJP നേതാവിനെ കണ്ടുപോയി സംസാരിച്ചു പോയി എന്നുള്ള കാര്യത്തിൽ സ്ഥാനത്ത് നീക്കം ചെയ്യുന്നു. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇവിടെ മറ്റ് പല പാർട്ടികളുമായിട്ടുള്ള നേതാക്കന്മാരുമായി മാർക്സിസ്റ്റ് പാർട്ടി ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ കൊണ്ടുവന്നു മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ ചർച്ച നടത്തി എന്നുള്ളത് നിങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് CPM ഏതെങ്കിലും നേതാവ് ചർച്ച നടത്തിയാൽ നടപടിയില്ല. BJP നേതാവിനെ കണ്ടു എന്നുള്ളതിൻ്റെ പേര് നടപടി. ഇത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചില ആളുകളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമല്ല ഈ നടപടി. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂടിലാണെന്ന് പറഞ്ഞ പോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു. ആ തോറ്റിട്ടും ചില വോട്ടുകൾ കിട്ടാത്തത് കൊണ്ടാണ്, ചില വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് തോറ്റത് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കിട്ടാത്ത വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു പോകുന്നത്. ഞങ്ങൾ BJP ഇതാ കണ്ടുപോയി എന്നതിൻ്റെ പേരിൽ BJP നേതാവിനെ കണ്ടുപോയി എന്നുള്ള പേരിൽ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ BJP വിരോധം സൃഷ്ടിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള ഒരു നിഗൂഢമായ നീക്കമാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് സംശയിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാവിനെ കണ്ട് ചർച്ച നടത്തിയ CPM നേതാക്കൾക്കെതിരായിട്ടും ഇതേ നടപടി വേണ്ടേ? അപ്പം ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഞങ്ങൾക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയത്തിലേക്ക് കടക്കാം. അതാണ് ഗുരുതരമായിട്ടുള്ള വിഷയം. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. EP ജയരാജൻ ഇപ്പോഴും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് ആ പാർട്ടി തുടരണമോ വേണ്ടയോ, അല്ലെങ്കിൽ തുടരുന്നില്ലെങ്കിൽ ഏത് പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെ അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം വ്യക്തമാക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ അക്കാര്യത്തെ കുറിച്ച് അറിയിക്കും. അല്ല, ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ ഏതായാലും ആ രീതിയിൽ ഈ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മറ്റു ചിലരുടെ അജണ്ടയാണ്. ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു കുലുക്കുന്ന, ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന വലിയ ആരോപണം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, അതിനിടയിൽ അത് വഴിമാറ്റാൻ വേണ്ടി ചർച്ച എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എൻ്റെയും നിങ്ങളുടെയും സമാധാനപരമായ ജീവിതത്തൊക്കെ ബാധിക്കുന്ന വലിയ ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോൾ EP ആണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹം ഇപ്പം പാർട്ടി EPയെ കുറിച്ച് ചിന്തിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CPM നേതാവ് തന്നെയാണ്. അതിനെന്ത് മാറ്റമുണ്ടോ എന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത്, ഞങ്ങളല്ല. അല്ലല്ല, ആ കേസന്വേഷണം അല്ല, അവരൊക്കെ ജയിലിനകത്തുണ്ട് കേട്ടോ. അതിൽ പ്രതികളായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകളും അകത്തുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ അതെ, ആ അന്വേഷണം തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഹൈക്കോടതിയുടെ സ്റ്റേ വന്നു. രണ്ടാമതും
ആ അന്വേഷണം തുടരാൻ വേണ്ടിയിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പാണ്, ഇത് കോൺഗ്രസ് അല്ല, ഇത് BJP ആണ്. ഉപ്പ് തിന്നുന്നവരാരായാലും ശരി, അത് അച്ഛനായാലും മകളായാലും മരുമകനായാലും അവർക്കെതിരെ അവർ നിയമത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അകത്തിട്ടിട്ടുണ്ട്. ഇനിയും തെളിവ് കിട്ടുന്ന മുറക്ക് ബാക്കിയുള്ളവരും സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ മുന്നിൽ ഹാജരാകേണ്ടതായിട്ട് വരും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തെളിവുകൾ ലഭിക്കും. ആ തെളിവുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും നിയമപരമായ നടപടികൾ ഉണ്ടാകും. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാം, 143 ആളുകൾ അകത്തുണ്ട്. ആദ്യം ചോദിച്ചാൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പിന്നെ അറസ്റ്റ് തുടങ്ങി, പിന്നെ എന്തുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യുന്നില്ല, അതും കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, മകളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, മരുമകൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് ചോദ്യം. ഞങ്ങൾ അന്വേഷണത്തിന് ഞങ്ങൾ ഇടപെടുന്നില്ല. അന്വേഷണ ഏജൻസി അന്വേഷിക്കും. തെളിവ് കിട്ടുന്ന മുറക്ക് അവർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത് ഭരണകക്ഷി MLA, പ്രതിപക്ഷ MLA അല്ല, ഒരു ഭരണകക്ഷി MLA മുഖ്യമന്ത്രി ഓഫീസിനെതിരായിട്ട്, ക്രമസമാധാന ചുമതലയുള്ള മേധാവിക്കെതിരായിട്ട്, വിവിധ ജില്ലാ പോലീസ് മേധാവികൾക്കെതിരായിട്ട്, ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് എന്ത് അന്വേഷണം? ഇന്നലെ നിങ്ങൾ പറയൂ, ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ വിശ്വാസ്യത എന്താ? അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ അന്തർധാരയുണ്ടെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് ഈ അന്തർധാര നേരത്തെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അന്തർധാര അണിയറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് അരങ്ങത്തെത്തിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ മറ്റൊരു ആരോപണം ഉന്നയിക്കുക. ഇപ്പോൾ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഇപ്പൊ കോൺഗ്രസ് ഭയപ്പെടുത്തിയിരിക്കുക. എന്താ കാരണം അറിയോ? ഞാൻ അന്ന് തിരുവനന്തപുരത്ത് മിനിഞ്ഞാന്ന് ഞാൻ ഇത് ആരോപണം ഉന്നയിച്ചു. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുകേഷും രാജിവെക്കണ്ട, UDF 2 MLA-മാരും രാജിവെക്കണ്ട, 3 തുടരട്ടെ എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ഓൾറെഡി കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 MLA-മാരും തുടരട്ടെ എന്നാണ്. ഞങ്ങളുടെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും സംശയ കാര്യത്തിൽ ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട്, ADGP-ക്കെതിരായിട്ട്, ജില്ലാ പോലീസ് മേധാവികൾക്കെതിരായിട്ട് ആണല്ലോ ഇവിടെ ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണമാണ് പ്രഹസനമാകുന്നത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടാണ് ഈ അന്വേഷണത്തെ നേരിടേണ്ടത്. മുഖ്യമന്ത്രിന് ഒഴിയാൻ സാധിക്കൂ? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണല്ലേ മുഖ്യമന്ത്രി. ഈ IG-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെക്കാൾ നല്ലത് ഈ ADGP-യെ തന്നെ അന്വേഷണം ഏൽപ്പിക്കുന്നതാണ്. പാർട്ടിക്കാർ പറയുന്ന അൻവറും CPM-കാരും പറയുന്ന കാര്യം നടക്കുന്നില്ല, മറ്റുള്ളവർ പറയുന്ന കാര്യം നടക്കുന്നു, BJP-കാർ പറയുന്ന കാര്യം നടക്കുന്നു, ഞങ്ങൾ പറയുന്നത് നടക്കുന്നില്ല എന്നാണ് എങ്ങനെയാണ് പറയുന്നത്? അല്ലല്ല, അദ്ദേഹം പറഞ്ഞത് രാജ്യദ്രോഹ പ്രവർത്തനം ADGP നടത്തുന്നു എന്നാണ്. കൊലപാതകം നടത്തുന്നു ADGP, അതിൽ പങ്കുണ്ടെന്നാണ്. മോഷണ കേസിൽ പോലീസ് മേധാവികൾ പ്രതികളാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ മാതൃക സ്വീകരിക്കുന്നു പറഞ്ഞാൽ അതിനപ്പുറം എന്താ പറയാനുള്ളത്? നിങ്ങൾ അതിനെ രാഘവത്തോടു കൂടി കാണുന്നതിനാ. ദാവൂദ് ഇബ്രാഹിമിന് മാതൃക സ്വീകരിക്കുന്ന പോലീസ് മേധാവികളാണ് ഈ കേരളത്തിലുള്ളതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താ? രാജ്യത്തിന്റെ സ്ഥിതി എന്താ? അപ്പൊ കേരളത്തിൽ ഇതുവരെ ഈ തീവ്രവാദ സംഘങ്ങളും ഭീകര സംഘങ്ങളും ഈ സംഘടനകളും വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിന് കാരണമല്ലേ? ഞങ്ങൾ മാറ്റി നിർത്തണമെന്നല്ല ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെടുന്നത്. ഇവരെയൊക്കെ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റണം, പോലീസ് സേനയിൽ നിന്ന് തന്നെ മാറ്റണം.
ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇതാ ഞങ്ങൾ ആവശ്യം. അതിലെന്താ അത്ഭുതമുള്ളത്?